ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ രാവിലെയാണ് കേട്ടോ, സമയം 7:30. ഇങ്ങനെ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാമോ? ഞാൻ ഒരു ഷോർട്ട് ഹോളിഡേ ട്രിപ്പിന് പോവാണ്. 4 ഡേയ്സിൻ്റെ ട്രിപ്പ് ഫ്രണ്ട്സിൻ്റെ കൂടെ. എങ്ങോട്ടാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അതൊരു സർപ്രൈസ് ആയി കിട്ടിയിട്ട് എൻ്റെ ഫ്ലൈറ്റ് 10:30ക്കാണ് ന്യൂയോർക്കിൽ പോകുന്ന ഹോളിഡേ ഡെസ്റ്റിനേഷനിലോട്ട്. എവിടെയാണെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഇപ്പോൾ സമയം 7:30. 10:30ക്കാണ് ഫ്ലൈറ്റ്. ഓൾറെഡി ലേറ്റായി. ജാക്കറ്റ് എടുക്കാൻ മറന്നു. ജാക്കറ്റ് എടുക്കട്ടെ, നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. നല്ല മഴ ഇവിടെ നോക്ക്. ചെളി പുളിന്നായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഞാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലാന്ന് തോന്നുന്നു. എനിക്ക് അത്ര തണുക്കണില്ല, എന്നാലും മഴയുണ്ട്. അപ്പോൾ വൈകക്കുട്ടീനെ ഞങ്ങൾ ഓൺ ദ വേ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ സ്കൂളിൽ കൂടെ ഡ്രോപ്പ് ചെയ്യാൻ പോണ്. വൈകക്കുട്ടി, അമ്മ ട്രിപ്പിന് പോയിട്ട് വരട്ടെ കേട്ടോ. നിങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കുന്ന നാളെ നിങ്ങൾക്ക് ഹോളിഡേ അല്ലേ? അച്ഛൻ പറയുന്ന കൂട്ടൊക്കെ കേൾക്കണം. യെസ്, ടുമോറോ ഇസ് വൈഗസ് ഫ്രണ്ട്സ് ബർത്ത്ഡേ. അപ്പോൾ അവൾ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകും. വൈകക്കുട്ടിയുടെ സ്കൂളെത്തി. ഞാൻ ബൈ. അംബ്രേല തുറക്ക്. ബൈ. ഓക്കെ, അപ്പോൾ വൈകക്കുട്ടി അങ്ങനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തു. പോകുന്ന വഴിക്ക് എനിക്ക് ജീനുവിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ജീനുവിൻ്റെ അങ്ങോട്ട് പോവാണ്. ആക്സിഡൻ്റലി ഞാനൊരു കൊറിയർ ഓർഡർ ചെയ്ത് ജീനുവിൻ്റെ അഡ്രസ്സിലായിപ്പോയി. അപ്പോൾ എനിക്ക് ഇപ്പോൾ ട്രിപ്പിന് പോകാനായിട്ട് ആ ഒരു സാധനം വേണം. അതുകൊണ്ടാണ് അത്യാവശ്യമായിട്ട് രാവിലെ അങ്ങോട്ട് തന്നെ ആദ്യം പോകുന്നത്. പോയിട്ട് എൻ്റെ കൊറിയർ പിക്ക് ചെയ്തിട്ടാണ് എനിക്ക് പോകേണ്ടത്. സോ നൗ വി ആർ ഗോയിങ് ടു ജീനൂസ് പ്ലേസ്. അച്ചൂസ് എൻ്റെ പാക്കറ്റ് ഇവിടെ കൊണ്ട് തന്നപ്പോൾ മഴയായതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറിയില്ല. അവൻ സ്കൂളിൽ പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ പാക്കറ്റ് കയ്യിൽ തന്നെ കൊണ്ട് തന്നു. ഇതിനകത്ത് എന്താന്നുള്ളത് നിങ്ങൾ അറിയണ്ട. എന്തായാലും പാക്കറ്റ് കിട്ടി. ഇനിയും ഞങ്ങൾ പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. മഴയുള്ളതും കൊണ്ട് പിന്നെ വർക്കിംഗ് ഡേ ആയതും കൊണ്ട് നല്ല ട്രാഫിക് ആണ്. അതുകൊണ്ട് വി ആർ റഷിങ് നൗ. നിന്നുമ്മയെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ? രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിൽക്കാം. എക്സ്ട്രീംലി ബാഡ് വെതർ ആയിരുന്നു കേട്ടോ. എനിക്ക് പേടിയുണ്ടായിരുന്നു ഫ്ലൈറ്റ് ക്യാൻസൽ ആവുമെന്ന്. എന്തായാലും മഴയത്തെല്ലാം നനഞ്ഞ് ചളി വിളിയായിട്ടാണ് ഫ്ലൈറ്റിനുള്ളിൽ കയറിയത്. ജാക്കറ്റെല്ലാം മൊത്തം നനഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. റയൻ എയർലൈൻസ് ഒരിക്കലും ഡയറക്റ്റ് ഫ്ലൈറ്റിലോട്ട് ബോർഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നടന്ന് ഫ്ലൈറ്റ് പാർക്ക് ചെയ്തേക്കുന്നിടത്ത് തന്നെ പോയി ഫ്ലൈറ്റിനുള്ളിൽ കയറണം. പിന്നെ ഈ ജനങ്ങളെല്ലാം ഒരേ ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്, ഡെസ്റ്റിനേഷനിലോട്ടാണ് പോണേ. ഫ്ലൈറ്റ് വാസ് ഫുൾ. എന്തായാലും എനിക്ക് വിൻഡോ സീറ്റൊക്കെ കിട്ടിയിട്ടോ. ഞാൻ ഈ വിൻഡോ സീറ്റ് എൻ്റെ ഫ്രണ്ട്സായിട്ട് സ്വാപ്പ് ചെയ്താണ്. എനിക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഞാൻ എത്തിയത് പോർച്ചുഗലിലാണ്. നിങ്ങൾ എൻ്റെ ഷോർട്സൊക്കെ ഓൾറെഡി കണ്ടു കാണുമല്ലോ. അതിനകത്ത് എവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോർച്ചുഗലിലാണ് വന്നേക്കണമെന്ന്. ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത സമയത്ത് ഞാനത് സസ്പെൻസ് ആയിട്ട് വെക്കണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത് ഷോ ഓഫ് മാത്രമായിപ്പോയി ഗൈസ്. നെവർ മൈൻഡ്. അങ്ങനെ ഞങ്ങൾ എത്തി ഫാറോ എയർപോർട്ടിൽ കേട്ടോ. ന്യൂൺബർഗിൽ നിന്ന് ഫാറോ സദൻ പോർച്ചുഗലിൽ എത്താൻ വേണ്ടിയിട്ട് 3 hours ആണ് എടുത്തത്. ദിസ് വാസ് വൺ ഓഫ് ദി ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ് ഇൻ യൂറോപ്പ് ത്രൂ റയൻ എയർലൈൻസ് ഞാൻ എടുത്തത്. അങ്ങനെ ഞങ്ങൾ ലാഗോസിലെത്തി കേട്ടോ. ലാഗോസ് എന്ന് പറയുന്നത് അൽഗ്രാവ് അൽഗാർവ് റീജിയനിലെ ഒരു സ്ഥലമാണ് കേട്ടോ. ലാഗോസ് ഇസ് 90 kilometers അവേ ഫ്രം ഫാറോ. അപ്പം ഡയറക്റ്റ് നമുക്ക് ഫ്ലൈറ്റ് ഇല്ല ലാഗോസിലോട്ട്. അപ്പോൾ ലാഗോസ് ആണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഇവിടാണ് ഞങ്ങൾ കറങ്ങേണ്ടത്. 2 ദിവസം ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ന്യൂൺബർഗ് ടു ഫാറോ ഫ്ലൈറ്റ് എടുത്തു. ഫാറോന്ന് ലാഗോസ് ഞങ്ങൾ ഊബർ എടുത്തിട്ടാണ് പോയത്. 90 kilometers ഉണ്ട്. പിന്നെന്താണ്, ഞങ്ങൾ ഫാറോയിലാണ് എയർബിഎൻബി അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ 4 പേർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് 3 days ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി അടിപൊളിയൊന്നും അല്ലായിരുന്നു. പഴയ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. 2 bedroom ഉണ്ട്, ഒന്ന് മേളിലും ഒന്ന് താഴെയും. 4 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങൾ 4 പേരായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേർ കൂടെ ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ടോയ്ലറ്റ് ഒന്നേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഷെയറിങ് ആയിരുന്നു. പിന്നെ കിച്ചൺ ഉണ്ടായിരുന്നു. അത്യാവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ കുക്കൊക്കെ ചെയ്ത് കഴിക്കാം. പക്ഷെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ലഗേജ് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ അങ്ങനത്തെ കുക്കിംഗ് സാധനങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല.
പിന്നെ അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ യു ഹാവ് ടു ബൈ യുവർ ഓൺ സ്റ്റഫ്സ്. ഇപ്പം ടോയ്ലറ്റ് ടിഷ്യൂ ആയി, കിച്ചൺ ടിഷ്യൂസ് ആയി, അത്യാവശ്യത്തിന് ചായക്ക് പാലോ കോഫി പൗഡറോ ചായപ്പൊടിയോ അങ്ങനെയൊക്കെ നമ്മൾ മേടിക്കേണ്ടിയൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയപ്പം തന്നെ 5 മണിയായി. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ. ആ കാണുന്നതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജസ്റ്റ് 700 മീറ്റേഴ്സേ ഉള്ളൂ കേട്ടോ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഈ ലാഗോസ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് തന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഷോറിലാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് പോകാമെന്നുള്ള ഒരു പ്ലാനായിരുന്നു. ഡേ വൺ ഞങ്ങൾ ലാഗോസ് സിറ്റി സെൻറ്ററൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അതിനടുത്ത് തന്നെ ഒരു ക്ലിഫ് മൗണ്ടൻ ഉണ്ട് നെക്സ്റ്റ് ടു ദി ഓഷ്യൻ. അപ്പോൾ അവിടെ ഒന്ന് ഈവനിങ് വാക്കിന് പോകണമെന്നായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഐറ്റിനറി. അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഊബർ ബുക്ക് ചെയ്തു. ആൻഡ് ഊബറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള. ടാക്സി അല്ല കേട്ടോ. ടാക്സി പേഴ്സണൽ പ്രൈവറ്റ് ടാക്സീസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഊബറാണ് കൂടുതലും ആ ടൂറിസ്റ്റുകളൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അത് കണ്ടില്ലേ അരളിപ്പൂ. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള കേരളത്തിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള മിക്കവാറും ഉള്ള പ്ലാന്റ്സും ചെടികളും ഒക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അരളിപ്പൂ വാസ് വൺ ഓഫ് ദി സർപ്രൈസ് ബിക്കോസ് കുറേ അരളിപ്പൂ, എവിടെ നോക്കിയാലും അരളിപ്പൂയുടെ മരമായിരുന്നു കേട്ടോ. നമ്മുടെ കേരളത്തിലും നമ്മുടെ സദേൺ ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്ന ചെടികൾ കൂടുതലും ഞാൻ ഇവിടെ സദേൺ പോർച്ചുഗലിൽ കണ്ടായിരുന്നു കേട്ടോ. ഐ വാസ് സോ സർപ്രൈസ്. ഇപ്പം നാരങ്ങ, പിന്നെ ഓറഞ്ച്, പിന്നെ അരളി, നെല്ലിക്ക, ഒലിവ്, അങ്ങനെ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ തക്കാളി ചെടികളൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഐ വാസ് വെരി മച്ച് സർപ്രൈസ് ടു സീ. എന്തായാലും പോർച്ചുഗീസ് അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ കുറേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ അവരെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവന്നാണോ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ ലാഗോസിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടോ. ഒരു മിഡീവൽ സിറ്റി മാതിരി എനിക്ക് തോന്നി. ആ റോഡ്സൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ഫുൾ ഇങ്ങനെ സ്മോൾ ഗലി മാതിരി, ലൈക്ക് നമ്മുടെ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ പോണ്ടിച്ചേരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു ആംബിയൻസും ഒരു വൈബും ഇല്ലേ, അതായിരുന്നു കേട്ടോ ഇവിടെയും. പിന്നെ നിറയെ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ വി തോട്ട് നമുക്ക് ഫസ്റ്റ് ഡേ കുറച്ച് ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കാൻ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് നമ്മൾ പോർച്ചുഗീസ് ഫുഡ് ആദ്യമേ തന്നെ ട്രൈ ചെയ്ത് ഒരു എക്സ്പ്ലോർ ചെയ്തിട്ട് ട്രൈ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ച് 7 ഹിൽസ് ഒരു ആന്ധ്ര റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ സിറ്റി സെൻറ്ററിലോട്ട് ഇറങ്ങി എക്സ്പ്ലോർ.
1ൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഡേ 2 ഡേ 3യുടെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ. എന്തായാലും ഡേ 1 വാസ് വെൽ സ്പെൻഡ്. ലാഗോസ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ലൊരു സിറ്റിയാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അവിടുത്തെ, എസ്പെഷ്യലി ഓൾഡ് സിറ്റിയിലെ ഓൾഡ് ടൗൺ അടിപൊളിയാണ്. അവിടുത്തെ ആ കോബിൾഡ് സ്ട്രീറ്റ്സ് ഒക്കെ ഇല്ലേ, പിന്നെ അതുകൂടാതെ അവിടുത്തെ ഈ ലൈം സ്റ്റോൺ ഉള്ള ക്ലിപ്സ്, പിന്നെ അതുകൂടാതെ തന്നെ ഡോണാന ബീച്ച് അടിപൊളിയാണ്. എല്ലാം കാണണം. എന്തായാലും ഞാനിതെല്ലാം കണ്ട് കുറേ മെമ്മറീസ് ഒക്കെ ക്യാപ്ചർ ചെയ്തു. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.